ഭയങ്കര സാധനമാ. 5 പൈസ വിറ്റ് കളിക്കത്തില്ല ഇവള്. നമുക്ക് ഒരു ഉപകാരം പോലും ഇവള് ചെയ്യത്തില്ല. എന്റെ കുറ്റം പറയുന്നത് എനിക്ക് ഇവിടെ ഇല്ല, കേൾക്കാം. ഉണ്ടോ? ഇപ്പൊ പറഞ്ഞാലും കേൾക്കാം. പാമ്പിന്റെ ചെവിയാ. പാമ്പിന് എന്റെ ചെവിയുണ്ടോ? ഞാൻ പിടിച്ചു നോക്കിയിട്ടില്ല. അണ്ണന് പറഞ്ഞത് എന്തിനാ? ഞാൻ ചുമ്മാ ചെവിപ്പാമ്പൊക്കെ ഉണ്ടല്ലോ. ഓമനക്കുട്ടോ, മധുരം വേണോടാ? മധുരം വേണമടി. നിങ്ങൾക്കില്ല. ഇവിടെ നമുക്ക് തൊള്ളി വെള്ളമില്ല. ഷുഗർ ഉണ്ടോ? ഷുഗർ അത് എനിക്ക് സ്വന്തമായിട്ട് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ സമ്പാദിച്ചതാ ഈ വീട്ടിൽ. എടാ ഇതൊക്കെ ആണല്ലേ നീ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പമ്പയ്ക്ക് ഒരു ഓട്ടം പോയപ്പോ നിന്റെ പെണ്ണുമ്പിള്ള നിലക്കെ നിൽക്കുന്ന കണ്ടു. കണ്ടായിരുന്നാ? കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ വന്നപ്പോ എന്റെ അച്ഛൻ പറഞ്ഞു പെണ്ണുമുളയ്ക്ക് ചെലവിന് കൊടുത്താൽ മാത്രം പോരാ, നിലയ്ക്ക് നിർത്തണമെന്ന്. അപ്പൊ ഞാൻ പമ്പ ബസ്സിൽ കയറി കൊണ്ട് നിലയ്ക്ക് നിർത്തി. അവളെങ്കിലും കിടന്ന് നന്നാവട്ടെണ്ണ. എടാ മരമണ്ണ അതാന്നാ പറഞ്ഞേ. എടാ നിന്റെ അച്ഛൻ പറഞ്ഞത് ചെലവിന് കൊടുത്താ പോരാ, അവളെ വരച്ച വരെ നിർത്തണമെന്ന്. അതായത് ഇവളെന്നെ നിർത്തിയേക്കുന്നതാണ്. അതുപോലെ നിർത്തണം ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓമനക്കുട്ട ആരെ വരച്ച വരെ നിർത്തുന്ന കാര്യമാ പറഞ്ഞു. ചേച്ചി വരച്ച് വരെ നിർത്തണമെന്ന്. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? എങ്ങനെയാ നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എന്തോന്നറിയാവോ? ഓമനക്കുട്ട ഞാൻ പറഞ്ഞത് എന്തോ. നിങ്ങളുടെ വീട്ടുകാർ ആദ്യം മനസ്സിലാക്കണമായിരുന്നു. എന്താ വീട്ടുകാർ പറയണമായിരുന്നു. നിങ്ങളുടെ വീട്ടുകാരുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞ ചായ കുടി. അങ്ങനല്ല അങ്ങനല്ല ഓമനക്കുട്ട. ഞാൻ പറയുന്നത് ഇവള് ഇപ്പൊ പറയുന്നത് നീ പറഞ്ഞു വിശ്വസിക്കരുത്. ഇത് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യമായി ഞാൻ പറയുന്നത്. ആര് പറഞ്ഞു? അങ്ങനല്ല അങ്ങനല്ല ഓമനക്കുട്ട. ഞാൻ പറയാം, നീ ഇത് പിടിച്ചേ. നിങ്ങൾ കൂടുതൽ ഭർത്താവിനെ ഒന്നും പറയണ്ട. നിന്റെ കയ്യിലിരിക്കുള്ളൂ. സമയം ചോടി 10 മണിയാവുന്നു. 10 മണിയാകും. ഓമനക്കുട്ട നേരത്തെ കിടന്നല്ലോ. എന്തോടാ ഓമനക്കുട്ട? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെ ഇട്ട് പൊട്ടം കളിപ്പിക്കുന്നത്. ചായ തരണീ ചായ താ, മുറുക്ക് തരണീ മുറുക്കതാ. നീ ചായ കിട്ടിയില്ലോടാ? ചായ തന്നില്ല. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നെ കാര്യങ്ങൾ നോക്കട്ടെ, എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കട്ടെ. നിനക്ക് ഇങ്ങനെ കുറിച്ച് എന്തോ ഞാൻ ആരാ തെറ്റുകാരൻ? ചേച്ചിയെ തെറ്റുകാരി. എന്നാ ഇത് കൂച്ചാട്ടാ നീ. നിനക്ക് മനസ്സിലായോ? എടാ ഇവള് പറയുന്നതിനകത്തൊന്നാന്ന് ഞാൻ പറയുന്നതിനകത്തൊന്നോ ന്യായം? ചേച്ചി പറഞ്ഞില്ലേ ന്യായം? അച്ഛപ്പ നീ കേട്ടണ്ട. ഇവിടെ പട്ടിണിയായ സമയത്ത് എന്റെ അച്ഛൻ ഒരു ദിവസം ഇവിടെ വന്നു. ഈ മനുഷ്യൻ ആട്ടി ഇറക്കി വിട്ടങ്ങനെ. അത് ചെയ്ത പണ്ട പരിപാടിയല്ലയോ? ചേച്ചിയുടെ അച്ഛനും അമ്മയെന്നും പറഞ്ഞ അണ്ണന്റെ അച്ഛനും അമ്മ അല്ലയോ? എടാ ഇവിടെ അച്ഛൻ ഇവിടെ വന്നു ഒരു ദിവസം ഇറങ്ങി, എനിക്ക് സന്തോഷമായി. പക്ഷെ ഇവിടെ അച്ഛൻ കാണിച്ചെന്ന് അറിയോ? എന്റെ കറുത്ത സ്കെച്ച് മൊത്തം അടിച്ചു തീർത്തു. അത് സൂര്യഗ്രഹണത്തിന്റെ സൂര്യനില്ലേ, അത് വരച്ചത് അച്ഛൻ. ആ പാവപ്പെട്ട മനുഷ്യനെ പിടിച്ചിറക്കി വിട്ടത്. താൻ പിടിച്ചോ? ചുമന്ന സ്കെച്ചിന്റെ അടപ്പും കളഞ്ഞു. പ്രശ്നം ഉണ്ടാക്കുന്നേ അതൊക്കെ പിന്നെ പ്രശ്നമല്ലയോ? എനിക്കിതെല്ലാം പ്രശ്നമാ. എന്തായാലും ഞാൻ പേപ്പർ കൊടുക്കും. പേപ്പർ കൊടുക്കുന്ന ഇവിടെ എന്റെ മാസിക വല്ല കളർ അടിക്കുന്ന ബുക്ക് വല്ലതും കൊടുക്കാമെങ്കിൽ. അതല്ല, പോലീസ് സ്റ്റേഷൻ ഞാൻ പേപ്പർ കൊടുക്കുമെന്ന്. നീ കൊടുക്കുവോ? കൊടുക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ പൊന്നെ ചേട്ടാ, ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഇവിടെ വഴക്കുണ്ടായിരുന്നു, നീ എവിടെ ആയിരുന്നു? ഇന്നലെയോ? ഞാൻ എന്നും വഴക്കൊണ്ട് ഇവിടെ വന്ന് കയറാൻ പറ്റുമോ? അതൊക്കെ ചോദിച്ചോണ്ട് ഞാൻ പറയാം. ഇന്നലെ ഞാൻ മീൻ പിടിക്കാൻ പോയതാ. ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം. എന്തുവാ? നല്ലൊരു ഭർത്താവാ, വെള്ളം അടിക്കത്തില്ല, വലിയില്ല, ഒന്നുമില്ല. അപ്പൊ ലോട്ടറി അടിച്ചോണ്ട് കൂട്ടി ഭർത്താവിനല്ലേ ചേച്ചിക്ക് കിട്ടിയത്? ആന്നോടോ ഓമനക്കുട്ട? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഓമനക്കുട്ട, നീ ഒരു ലോട്ടറി എടുത്തു അടിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ ചുട്ടി കൂട്ടി കളയും. ഈ അടിക്കാത്ത ലോട്ടറി ഞാൻ ചുട്ടി കൂട്ടി കളയും. ഞാൻ സപ്പോർട്ട് ചെയ്യാനുള്ളതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്തൊക്കെ ജോലി ഇല്ലല്ലോ എങ്ങനെയാലും വളർത്തു വന്നു ഇവള് പറഞ്ഞത്. അതെങ്ങനെ വളർത്തുന്ന? കിഡ്നി കൊടുത്തിട്ടായാലും ഞാൻ എന്റെ പിള്ളേരെ വളർത്തും. കണ്ടോ ആ ചേച്ചിയുടെ സ്നേഹം കണ്ടോ? കിഡ്നി കൊടുത്തിട്ടായാലും പിള്ളേരെ വളർത്തുന്നു. പുണ്യം ചെയ്യണം, പുണ്യം. എടാ മരമണ്ണേ, അവളോട് ചോദിച്ച ആരെ കിഡ്നിയാന്ന്? ആരെ കിഡ്നി ചേച്ചി? ആരുടെ കിഡ്നി? മനസ്സിലായോ? ഞാൻ പിള്ളേരെ വളർത്തണ്ടോ? ഞാൻ എന്ത് ചെയ്യും? അവള് പറയുന്നത് കിട്ടുന്ന വില മതിയെന്ന്. വിലയും കിട്ടത്തില്ല ആ സാധനത്തിന്. വെറുതെ കൊണ്ട് നടക്കാവുന്നേ ഉള്ളൂ. എനിക്ക് വയ്യ, ഞാൻ മടുത്തു, ജീവിക്കുന്നില്ല ഞാൻ. എന്ത് വിലയും ചെയ്യും. ഇപ്പൊ വേറെ ഒരു സംഭവം തുടങ്ങിക്ക. എന്നെ സംശയം. സംശയം പറയും. ഞാൻ എല്ലാം ഞാൻ വിളിച്ചേ പറയും. ഞാൻ ഓമനക്കുട്ടി വന്നേ. നീ അടിക്ക്, ഞാൻ 2 ബുക്ക് കൂടെ നടിച്ചു മാറ്റും. എന്റെ ഓമനക്കുട്ടി വന്നേ. എടാ ഇതിന്റെ അകത്ത് രാത്രി 12 മണിയാകുമ്പോ നമ്മുടെ ചന്ദ്രൻ അല്ലേ നിങ്ങളെ വീടിന്റെ അപ്പുറത്തെ തെങ്ങ കയറാൻ പോകുന്നത്? ചന്ദ്രൻ രാത്രി 12 മണിയാകുമ്പോൾ വിളിക്കും. 1 മണി വരെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ കുറച്ചു നേരം 1ഉം 2ഉം പറഞ്ഞ് സംസാരിക്കും. അത് സംശയം. അതിനെന്ത് സംശയിക്കാതിരിക്കുന്നത്? എനിക്കറിയത്തില്ല, അത് സംശയമാ. എന്തോ മനുഷ്യൻ. അത് പോട്ടെ. 3 മണിയാകുമ്പോ നമ്മുടെ ബിനു ഇല്ലേ ബേക്കറി പോന്നെ, 3 മണിയാകുമ്പോ വെളുപ്പിനെ 3 മണിയാകുമ്പോ 3 മണിക്കാവും വിളിക്കുന്നേ. അവന്റെ പെണ്ണുമ്പിള്ള ഉറങ്ങണമെങ്കിൽ 3 മണിയാവും. അവന്റെ പെണ്ണുമ്പോളക്ക് ഇവനെ സംശയമുണ്ട്. അതുകൊണ്ട് എന്നിട്ട് ഇവനോട് ഈ ഫോണും കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഈ പാവപ്പെട്ട മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ അങ്ങനെ ഉണർത്താതെ പതുങ്ങി ഞാൻ ആ ബാത്റൂമിന്റെ അവിടെ പോയിരുന്ന് ഞാൻ ഫോൺ ചെയ്യും. ചിലപ്പോ അവിടെ പോയി ചെന്നിട്ട് സംസാരിച്ച് അങ്ങ് ഉറങ്ങുകയും ചെയ്യും. നേരെ വെളുത്തായി ഞാൻ വന്ന് എന്നെ വിളിക്കുന്നത്. സംശയം. എന്ത് സംശയം? അങ്ങനെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? അതുകൊണ്ട് എനിക്ക് ഇങ്ങാരുടെ കൂടെ ജീവിക്കേണ്ട, എനിക്ക് ഡിവോഴ്സ് വേണം. എന്തുവാ അവനെ കൊണ്ട് അവളീ പറയുന്നേ? ഇവിടെ ഇരുന്നോണ്ടേ
മൂട്ടുമൂലിലും വഴിയും കാണിച്ചോണ്ടിരുന്നു പേടമാൻ വഴി തെറ്റിക്കൊണ്ടിരിക്കുക. എന്നാ എന്നിക്കളി അറിയണം. ഇവളെ ഞാൻ കുറച്ച് നാളായി എന്റെ കണ്ണു മുമ്പിൽ വെച്ച് അടിക്കും അടിക്കും നാട്ടുകാർ മുമ്പിൽ വെച്ച് ഞാൻ ഇന്ന് അടിക്കും. ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടിക്കും. എന്റെ കണ്ണു മുമ്പിൽ വെച്ച് അടിക്കരുത്. മാമനെ കൊണ്ട് അടിക്കാൻ ഞങ്ങോട്ട് തിരി കണ്ണടച്ചേക്ക്. ഇനി വേണോടി, ഇനി വേണോ നിനക്ക്? മാമനെ കുട്ടാ, എനിക്ക് കാണാൻ വയ്യ. അണ്ണൻ ഈ ചെയ്ത പ്രവൃത്തി ശരിയല്ല. പെണ്ണുങ്ങളെ അടിക്കുന്ന നല്ല ശീലമല്ല. നിർത്തിക്കോണം ഇത് കേട്ടോ. എന്റെ ഓമനെ കുട്ടാ, ഇനി ഞാൻ പറഞ്ഞ നീ ശ്രദ്ധിച്ചു കേൾക്കണം. എന്തുവാ? എല്ലാ ആണുങ്ങൾക്കും ഇതൊരു പാഠമായിരിക്കണം.